ഇന്ത്യ ഇന്ന് ചൈനയ്ക്ക് ഔദ്യോഗികമായ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ, കനത്ത ശക്തമായ ഭാഷയിൽ ചൈനയോട് പറഞ്ഞു, ആക്രമിക്കരുത്, അതിർത്തിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. രാജ്യം സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷേ അതിർത്തിയിൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കാൻ മടിക്കില്ല ഈ രാജ്യം. ജീവൻ നഷ്ടപ്പെട്ട, ബലിദാനം നൽകിയ സേനാ ഹീറോകളുടെ, സേനാ നായകരുടെ ജീവനുകൾ വിലപ്പെട്ടതാണെന്നും അതിന് സർക്കാർ അത് പാഴാക്കില്ലെന്നും ഇന്ന് പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞ ദിവസമാണ്. ഒപ്പം രാജ്യം ആദരമർപ്പിക്കുകയും ചെയ്തു. നമുക്കൊപ്പം രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അതിനു മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് നമുക്ക് കേൾക്കാം. विक्रम भी उतना ही हमारे देश के चरित्र का हिस्सा है. मैं देश को भरोसा दिलाना चाहता हूं, हमारे जवानों का बलिदान व्यर्थ नहीं जाएगा. भारत शांति चाहता है, लेकिन भारत उकसाने पर हर हाल में यथोचित यथोचित जवाब देने में सक्षम है. പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിൽ ഇന്നുവരെ ചൈനയോട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും ഇതേവരെ വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ പറയാത്ത ശക്തമായ വാചകം. അതിർത്തിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പ്രകോപനമുണ്ടായാൽ തിരിച്ചടിച്ചിരിക്കും എന്നുള്ളത്. നമ്പർ 2, പാകിസ്ഥാനോട് മാത്രം പറഞ്ഞ് നമുക്ക് പരിചയമുള്ള, കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പ് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാചകം, ജീവത്യാഗം ചെയ്ത സേനാ നായകരുടെ ജീവനുകൾ വൃഥാവിലാവില്ല എന്നാണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇനി വരും നിമിഷങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു താക്കീതാണ് ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത്. രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ചൈനയോട് ഇന്ത്യ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല, രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിച്ചു പിടിക്കും എന്ന് പ്രധാനമന്ത്രി ചൈനയോട് പറയുമ്പോൾ അത് ചരിത്രത്തിൽ ഇതാദ്യമായി ഇത്തരം ശക്തമായ ഭാഷയിൽ ചൈനയ്ക്ക് ഇന്ത്യ കൊടുക്കുന്ന താക്കീത് കൂടിയായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയുമോ രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കാം അരുൺ. കാരണം ഇന്ത്യ ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ 1962 ചൈനീസ് യുദ്ധം മാത്രമാണ് നമ്മുടെ ചരിത്ര ഏടുകളിൽ വലിയ രീതിയിൽ ഇപ്പോഴും വിവരിക്കപ്പെടുന്നതെങ്കിൽ 1967 മറ്റൊരു വളരെ വലിയ ഒരു പോരാട്ടം കൂടി ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നിട്ടുണ്ട്. നാഥുല പാസിൽ നടന്ന ആ പോരാട്ടത്തിൽ ചൈനീസ് സൈന്യത്തെ ഇന്ത്യ അവിടെ നിന്ന് പിന്മാറാൻ നിർബന്ധിതമാകുന്ന വിധത്തിൽ സൈനിക നടപടി സ്വീകരിച്ച ഒരു ചരിത്രം ചൈന അറിയാം. ബോധപൂർവം ഒരുപക്ഷെ ചൈന മറയ്ക്കുന്ന ആ ചരിത്രത്തിലേക്ക് കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ചൈനയുടെ ശ്രദ്ധ ഫലത്തിൽ ക്ഷണിച്ചത് എന്നാണ് ഈ വിദേശകാര്യ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത്. കാരണം ആ മേഖല ചൈനയെ സംബന്ധിച്ച് അവർക്ക് അത്രേ പ്രധാനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വന്നതിന് ശേഷം ചൈന പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ ചൈനയേക്കാൾ വേഗത്തിൽ സാധിക്കും എന്ന നിരീക്ഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ ചൈനയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രി ഒരുപക്ഷെ അല്പം സംയമനത്തിന്റെ ഭാഷ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ബോധിപ്പിക്കാനായി ശ്രമിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു തരത്തിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം കൊണ്ടല്ല എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള തെളിവുകളും ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപഗ്രഹ ചിത്രങ്ങളാണ്. ഇന്ത്യക്ക് സംഭവിച്ചത് എന്താണ്, ഇന്ത്യൻ സൈനികർ സ്വീകരിച്ച നിലപാടെന്താണ്, അവർക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്താണ്, ഇതെല്ലാം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്ന വിധത്തിൽ ഉള്ള ചൈനീസ് പട്ടാളം അവസാനം ഈ അത്യാഹിതത്തിന് വിധേയരായതിനു ശേഷം അവിടെ നിന്ന് അവരെ കയറ്റിക്കൊണ്ടുപോകുന്ന, മരിച്ചവരെയും പരിക്കേറ്റവരെയുമായിട്ടുള്ള ചൈനീസ് പട്ടാളത്തെ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ഇന്ത്യയുടെ പക്കൽ ഉണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചിരിക്കുന്നു. നമ്മുടെ സൈനികരെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ, നമ്മുടെ ഓരോ സൈനികനെയും എണ്ണി അവരെവിടെയാണ് എന്ന് പറയാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാവിലെ പ്രതിരോധ മന്ത്രാലയം ഈ സൈനികരുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. പരിക്കേറ്റിട്ടുള്ളവരുടെ കാര്യത്തിൽ പോലും അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഈ നിമിഷം ആർക്കെ തുടരണം. ഈ ചർച്ചയിലുടനീളം ആർക്കെയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. രണ്ട് അതിഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തോട്, ചൈനയോട് പറഞ്ഞതിന് പിന്നിലെ രാഷ്ട്രീയ അർത്ഥം എന്താണ്, മിലിറ്ററി അർത്ഥം എന്താണ് എന്നുകൂടി നമ്മളോടൊപ്പം വിശദീകരിക്കാൻ നമുക്കൊപ്പം ബ്രിഗേഡിയർ മോഹനൻ പിള്ള, പ്രതിരോധ വിദേശകാര്യ വിദഗ്ധർ നമുക്കൊപ്പമുണ്ട്. ഒപ്പം ഇതിന്റെ അക്കാദമികമായ തലത്തിൽ ചരിത്രത്തിൽ ഇതാദ്യമായി പ്രധാനമന്ത്രി ഇത്തരം കടുത്ത ഭാഷയിൽ ചൈനയ്ക്കെതിരെ താക്കീത് നൽകുമ്പോൾ
അതിന്റെ രാഷ്ട്രീയാർത്ഥങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം ഡോക്ടർ ജോസുകുട്ടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ആദ്യം ബ്രിഗേഡിയർ മോഹനൻ പിള്ളയിലേക്ക് പോകുന്നു. ബ്രിഗേഡിയർ മോഹനൻ പിള്ള, അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും പാകിസ്ഥാൻ പുൽവാമ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ, ജീവത്യാഗം ചെയ്ത ഒരു സൈനികന്റെയും ജീവൻ വെറുതെയാവില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ സമാനമായൊരു പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പാകിസ്ഥാനിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഇന്ത്യക്ക് ചൈനയോട് ഉള്ള നിലപാട് അത് വ്യക്തമാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി എന്ന് താങ്കൾ ഈ ഘട്ടത്തിൽ കരുതുമോ, ഓർത്തെടുക്കുമോ? ഇതിനു മുമ്പിൽ ഇത്ര ശക്തമായ ഭാഷയിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചൈനയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇത് വളരെ നിർണായകമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പ്രൈം മിനിസ്റ്റർ കൊടുത്തത്. അത് തീർച്ചയായും ആ അർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യ അറ്റാക്കിലേക്ക് പോകും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്നല്ല അതിനർത്ഥം. പക്ഷേ ചൈനയ്ക്ക് തക്കതായ ഒരു താക്കാണ് നൽകിയത്. ആ താക്കീത് കൊണ്ട് ചൈന മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. 62-65 കാലഘട്ടമല്ല ഇപ്പോൾ എന്നും, അതുപോലെ തന്നെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവായെങ്കിലും ലോജിസ്റ്റിക് ആണെങ്കിലും ഫയർ പവർ ആണെങ്കിലും വെപ്പണറി ആണെങ്കിലും എല്ലാ ഉദാഹരണത്തിന് ന്യൂക്ലിയർ പവർ ആണെങ്കിൽ പോലും ഇന്ത്യയും സുസജ്ജമായ ഒരു രാജ്യം തന്നെയാണ്. രണ്ടാമത്, ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഫ്രം US. അതായത് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരു മെജോറിറ്റി ഇന്ത്യയോടൊപ്പം ആകും എന്ന ഒരു വിശ്വാസം പൊതുവെ വേൾഡ് കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ചൈനയ്ക്ക് ഒരു താക്കീത് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയും, അതിന് യാതൊരു സംശയവുമില്ല. അതിനർത്ഥം മിലിറ്ററി ആക്ഷൻ എന്നല്ല, പക്ഷേ തീർച്ചയായും ചൈനയ്ക്ക് ഒരു താക്കീതാണ്. ഇനിയും നിങ്ങൾ എന്തിനെങ്കിലും മുതിർന്നാൽ തക്കതായ മറുപടി ലഭിക്കും എന്നുള്ളതാണ്. അതിന് യാതൊരുവിധ സംശയവുമില്ല. അതാണ് മെയിനായിട്ട് പ്രധാനമന്ത്രി ഇന്നിപ്പോ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിൽ ചില ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കലുണ്ടായി. ഇതിൽ ചില ചാനലുകൾ, ദേശീയ ചാനലുകൾ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളുടെ 20 സൈനികരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊരു കമാൻഡിംഗ് ഓഫീസർ കൂടി ഉൾപ്പെടുന്നു, ബീഹാർ റെജിമെന്റിന്റെ സന്തോഷ് ബാബു. ഈ സന്തോഷ് ബാബു അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പിലേക്ക് കയറി ചെല്ലുന്നത് ആക്രമണ ഉദ്ദേശത്തോടു കൂടിയല്ല. എണ്ണത്തിൽ കുറവായിരുന്നു ഈ പെട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നവർ. പക്ഷെ അവരെ ചുറ്റും വളഞ്ഞു നിന്ന് വളരെ മാരകമായ രീതിയിൽ മറ്റായുധങ്ങൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 20 പേരെയും ആ രീതിയിലാണ് എന്നതിന്റെ കണക്കുകളില്ല. പക്ഷേ കേണൽ സന്തോഷ് ബാബു അടക്കമുള്ളവരെ മറുഭാഗത്ത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സൈന്യം, എണ്ണത്തിൽ കൂടുതലുള്ള സൈന്യം, അവരുടെ ക്യാമ്പിലെത്തിയ സംഘം പിടിച്ചുവെച്ച് വളരെ ക്രൂരമായ രീതിയിലാണ് അവരെ മുറിവേൽപ്പിക്കുകയും മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്, കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ ചിലത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഇമേജിംഗിൽ ഈ വഴിയിലുള്ള ഗാൽവൻ താഴ്വരയിലെ പാതയിലേക്ക് 200-300-ലധികം ട്രക്കുകൾ ചൈനയുടെ വരിയായി കിടക്കുകയാണ്. അതായത് ഒരു ഫേസ് ഓഫിന് അവർ തയ്യാറായിരുന്നു. നമ്മളുടെ സൈന്യം കൃത്യമായി അവരുടെ പക്കലെത്തുകയും അതൊരു താക്കീത്, ഒരു ഫേസ് ഓഫിന് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നിലൊരു ബിൽഡപ്പ് അവരുണ്ടാക്കുന്നു. വേണ്ടി വന്നാൽ ഇതൊരു ബാറ്റിലേക്ക് പോയാൽ, ഒരു വെടിവെപ്പിലേക്ക് പോയാൽ അതിനും തയ്യാറായി നിൽക്കുന്ന ചൈനീസ് സൈന്യമാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം നോക്കൂ, ഈ ചതിയിൽ പെട്ടുപോകുന്ന ഇന്ത്യൻ സൈന്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രിഗേഡിയർ, ഒരു സംശയം, ഒരു കമാൻഡിംഗ് ഓഫീസർ, ഒരു കേണലിനെ ആണ് ഇപ്പോൾ അവർ വധിച്ചിരിക്കുന്നത്. മിലിറ്ററി ഭാഷയിൽ താങ്കൾ എങ്ങനെയാണ് അതിനോട് ഈ ഇന്ത്യ പ്രതികരിക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്? അഥവാ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കും? പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ അങ്ങനെ വൈകാരികമായ തലത്തിൽ കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ബ്രിഗേഡിയർ? ഇത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം കമാൻഡിംഗ് ഓഫീസർ, ഒരു ഇൻഫൻട്രി യൂണിറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസർ വീരമൃത്യു വരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റിലെ എല്ലാ ജവാന്മാരും കമാൻഡിംഗ് ഓഫീസർക്ക് വേണ്ടി ഏതറ്റം വരെ പോയി അറ്റാക്ക് ചെയ്യാനും തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഓരോരോ യൂണിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കമാൻഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ. അതുപോലെ തന്നെയാണ് സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻ, ആ ഹാർമോണിയസ് റിലേഷൻ യൂണിറ്റിൽ അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത്, കാഷ്വാലിറ്റി റേറ്റ് വളരെ വളരെ കൂടുതലായിരിക്കും 3 പേരിൽ. ഒരിക്കലും കമാൻഡിംഗ് ഓഫീസറിൻ്റെ ഒരു ബെഡിയും അല്ലെങ്കിൽ ഒരാളും കൂടി മാത്രമായിട്ട് ഒരു അറ്റാക്കിൽ ഇങ്ങനെ വരില്ല.
അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. പിന്നെ രണ്ടാമത് എന്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈനികൻ മാതൃഭൂമിയുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. അവരുടെ ആ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഇരുന്ന ചൈനീസ് ട്രൂപ്സ് അവരെ തിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചത് ഇന്ത്യൻ സൈനികൻ്റെ, ചൈനയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ അവർ ചൈന ടെറിട്ടറിയിൽ വന്ന് എന്തെങ്കിലും പ്രത്യാക്രമണം നടത്തി എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഇതിൽ വന്ന വീഴ്ച എന്തെന്ന് ചോദിച്ചാൽ, വുഹാൻ ട്രീറ്റ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ ഷിയും മോദിയും കൂടി മഹാബലിപുരത്തുമൊക്കെ നല്ല മീറ്റിംഗ് നടത്തി, അത് ഡീഎസ്കലേഷൻ നടത്തി വൈ ജംഗ്ഷനിൽ നിന്നും ഡോക്ലാമിൽ നിന്നും ട്രൂപ്സിനെ പിന്തിരിപ്പിച്ചു. പഴയ രീതിയിലേക്ക് വരുവാനായിട്ട് രണ്ട് രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തു. ആ ഒരു കൺസെപ്റ്റായിരുന്നു എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യ പറഞ്ഞ ഉടമ്പടി പ്രകാരം ഇന്ത്യ പഴയ പോലെ പുറകിലേക്ക് മാറുകയും ചൈന മാറുന്നതായി ഭാവിക്കുകയും ചെയ്തു. ഇവിടെയാണ് ചൈനയുടെ ചതിക്കുഴി. അവിടെ വന്നപ്പോൾ അതുപോലെ തന്നെ റീസെൻ്റായിട്ടുള്ള ഈ ട്രൂപ്പിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയപ്പോഴേക്കും വീണ്ടും ഫ്ലാഗ് മീറ്റിങ്ങിൽ GOC തലത്തിൽ, മേജർ ജനറൽ തലത്തിൽ ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ പഴയ മാതിരി പ്രകോപനം ഉണ്ടാകരുത്, പുറകോട്ട് മാറണം, രണ്ട് രാജ്യങ്ങളും അവരവരുടെ സ്ഥലത്തേക്ക് മാറണമെന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായപ്പോൾ മാറും എന്ന് വിചാരിച്ചു. വീണ്ടും നമ്മളുടെ സ്ഥലം ചെക്ക് ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് അവരവിടെ ഇരിക്കുകയും അവർ നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇങ്ങനെയുള്ള അത് ആക്ച്വലി അവരുടെ ക്യാമ്പിൽ കൃത്യമായി പ്രതിരോധ ഭാഷയിൽ പറഞ്ഞാൽ വലിയ തരത്തിലുള്ള വാരിക്കുഴി ഒരുക്കി നമ്മളുടെ സേനയെ കുരുക്കുകയായിരുന്നു എന്നർത്ഥം അല്ലെ ബ്രിഗേഡിയർ? ചെക്ക് ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ ഒരു പട്രോളിങ്ങുമായിട്ട് തമിഴ്നാട്ടിലുള്ള വീരയോദ്ധാവ് മേജർ ശരവണൻ ചെന്നപ്പോഴാണ് പാകിസ്ഥാൻകാർ വളഞ്ഞിരുന്ന് ആക്രമിച്ച് പിന്നെ ആ വിഷയം ലോകത്തിൻ്റെ മുന്നിൽ വരികയും പിന്നീട് കാർഗിൽ ആക്ഷൻ തുടങ്ങുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് വിജയവാഡയിലെ കേണൽ സുരേഷ് ബാബു ചെന്ന്, നമ്മുടെ ബങ്കറാണ്, നമ്മുടെ ഏരിയയാണ്, അവിടെ ചെന്നപ്പോൾ തീർച്ചയായിട്ടും ചൈനീസിൻ്റെ ആ ചതിക്കുഴിയിൽപ്പെടുന്നത്. ഇത് ചതിക്കുഴിയിൽപ്പെട്ടതാണ്, അല്ലാതെ ചൈനീസിനൊന്നും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അത് ഒരു ഇന്നേ വരെ ഇല്ല സാർ, ചൈനയ്ക്ക് ഇത് ക്രെഡിറ്റ് എടുക്കാനേ കഴിയില്ലെന്ന് കണക്കുകൾ കൂടി നമ്മളോട് പറയുന്നുണ്ട് ബ്രിഗേഡിയർ. നമ്മളെ ശരിക്കും രോമാഞ്ചം കൊള്ളിക്കുന്ന ചില ഫീൽഡ് റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കേണൽ സന്തോഷ് ബാബു പോകുന്ന സമയത്ത് ബ്രിഗേഡിയർ ഒരു നിമിഷം, ഈ കേണൽ സന്തോഷ് ബാബു ഈ ചൈനീസ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് പ്രേക്ഷകർ കൂടി അറിയണം, നിരായുധരായി ബങ്കറിലേക്ക് പോകുന്ന സമയത്ത് വളരെ മാന്യമായ ഭാഷയിൽ നിങ്ങൾ നേരത്തെ മേജർ ജനറൽമാർ തമ്മിൽ നടത്തിയ സംഭാഷണത്തെ തുടർന്നുണ്ടായ തീരുമാനമനുസരിച്ച് പുറകിലേക്ക് പോകണം, ഈ ടെന്റുകൾ നിങ്ങൾ പൊളിച്ച് പുറകിലേക്ക് പോകണം എന്ന് പറയാൻ പോയതാണ് നമ്മളുടെ ധീരയോദ്ധാവായ സന്തോഷ് ബാബു. ആ സന്തോഷ് ബാബുവിനെയും കൂട്ടരെയുമാണ് എണ്ണത്തിൽ കൂടുതലുള്ള ചൈനീസ് സംഘം വളഞ്ഞു പിടിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നമുക്ക് പിന്നിൽ ഒരു വലിയ ബിൽഡപ്പോ പെട്രോളിങ്ങിന് പോയ ഒരു സേനയാണ്, ആക്രമിക്കാൻ പോയ സേനയല്ല എന്നത് കൂടി ഓർമ്മിപ്പിക്കണം. ചതിയുടെ പേരായിരുന്നു ചൈന ചുരുങ്ങിയ പക്ഷം 5-ാം തീയതിയും 6-ാം തീയതിയുമെങ്കിലും. ജോസുകുട്ടി നമുക്കൊപ്പം ചേരുന്നു. ജോസുകുട്ടി, ഒരിക്കൽ കൂടി ചൈന അവരുടെ പ്രതിരോധ രാഷ്ട്രീയ സ്വഭാവം കാണിച്ചു. 1962 നമ്മൾ കണ്ടതുപോലെ, അതിനു മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ് 1989 ടിബറ്റിന്റെ പേരിൽ അവർ കാണിച്ചതുപോലെ, 65 കാണിച്ചതുപോലെ, 67 സിക്കിമിൽ കാണിച്ചതുപോലെ ചൈന വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ട്ണറാണ്. നമ്മൾ വുഹാനിൽ പോയി കൈകൊടുത്തു, നമ്മൾ മാമല്ലപുരത്ത് പോയി ആലിംഗനം ചെയ്തു. പക്ഷേ ചൈന ഇന്ത്യക്ക് ഒരുക്കി വെച്ചത് ഒരു വലിയ കെണിയായിരുന്നു. അതിർത്തിയിൽ ഇപ്പോഴും 3480 കിലോമീറ്ററിൽ ചൈന ഇന്ത്യക്ക് വാരിക്കുഴികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ചൈന ഇന്ത്യയുടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ ജോസുകുട്ടി? അങ്ങനെ വിലയിരുത്താവുന്നതാണ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിൽ പല ഘട്ടങ്ങളിലും, അതായത് ഈ കഴിഞ്ഞ 20 വർഷമായി നമ്മളൊരു സ്പെഷ്യൽ ഈ അതിർത്തി ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി എത്രയോ 20 വട്ടത്തിലധികം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഈ നടന്ന ചർച്ചകളിലെല്ലാം ചെറിയ ചെറിയ രീതിയിലുള്ള ധാരണകൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല സമയങ്ങളിൽ പല മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ധാരണകളെയും ലംഘിക്കുന്ന, എല്ലാ തരത്തിലുള്ള സംഘർഷം അയവുവരുത്തുവാനുള്ള നടപടികളെയും ലംഘിക്കുന്ന ഒരു സമീപനമാണ് ചൈന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത്. അതിന് വേറൊരു പ്രത്യേകത കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ
ഇത്തരത്തിലുള്ള അതിർത്തി ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. പക്ഷെ ഈ പ്രാവശ്യം അതങ്ങനെയല്ല. മറിച്ച് സിക്കിം മുതൽ നമ്മുടെ അങ്ങ് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അക്സായി ചിൻ, ലഡാക്ക് മേഖലകളിൽ വരെ പല സ്ഥലങ്ങളിലായി ഈ അതിർത്തി ലംഘനം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ കൃത്യമായി വേർതിരിക്കുന്ന ഒരു രേഖയില്ല, ഒരു അതിർത്തി ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഉള്ളത് എന്താണ്? ഒരു യഥാർത്ഥ നിയന്ത്രണ രേഖയാണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണുള്ളത്. അതായത് ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലാണോ പ്രദേശങ്ങൾ കൈവശം ഇരിക്കുന്നത്, ആ പ്രദേശം അവർ കയ്യിൽ വെച്ചുകൊണ്ട് അതിർത്തി പട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള മാനേജ്മെന്റുകളെ വേണ്ടിയിട്ടുള്ള ധാരണകളെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ചൈന ചില കടന്നുകയറ്റങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇപ്പോഴുള്ള പ്രശ്നമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. നമുക്ക് അതിർത്തി സംബന്ധിച്ചുള്ള ഔദ്യോഗികമോ അനൌദ്യോഗികവുമായിട്ടുള്ള ധാരണകൾക്ക് ചൈന യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ സൂചിപ്പിച്ചു. ഈ ഒരൊറ്റ കാര്യം കൂടി, ചൈനയ്ക്ക് കച്ചവടം മതി, ചൈനയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ മതി, വ്യാപാരം മതി. അതിനപ്പുറം ചൈനയ്ക്ക് ചൈനയുടേതായ ഒരു പോളിസിയുണ്ട്. ഈ ഒരു ഭാഗത്ത് അമേരിക്കയെ നമ്മൾ ട്രംപിനെ കുറ്റം പറയുന്നു, നമ്മൾ ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ അടക്കമുള്ളവരെ പറയുന്നു, ബോൾസനാരോയെ ബ്രസീലിൽ കുറ്റം പറയുന്നു. ലോകം വലതുപക്ഷത്തേക്ക്, തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിനേക്കാൾ തലതെറിച്ച രാജ്യമായി ചൈന മാറുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം അന്തർദേശീയ ബന്ധങ്ങളിലും ഈ പറയുന്ന പുല്ലുവില കൽപ്പിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ന്യായമായ ഒരു സംശയം ചോദിക്കുന്നത്, ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ബ്രസീലിനേക്കാൾ അമേരിക്കയേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുന്നു ചൈന എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പൊട്ടൻഷ്യലി അവരുടെ രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് താങ്കൾക്ക് അത് പറയാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിൽ കൂടിയും അവിടെ ദേശീയത വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആ രാജ്യം ഭരിക്കുന്നത്. കാരണം പല കാര്യങ്ങളിലും നമുക്കറിയാവുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങളോ അവകാശങ്ങളോ അത്തരം കാര്യങ്ങളിൽ വളരെയധികം പരിമിതികളുണ്ട്. അതിന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. അതായത് ഈ COVID-19 ബ്രേക്ക് ഔട്ടുമായി ബന്ധപ്പെട്ട് വുഹാനിലാണ് അതിന് തുടക്കം കുറിച്ചത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യ സ്വഭാവങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായ മരണസംഖ്യ ഒന്നും തന്നെയില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ ഇന്നലെ വായിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം സാധാരണഗതിയിൽ വുഹാനിലെ ക്രിമറ്റോറിയം, അവിടെ ശവസംസ്കാരമൊക്കെ നടത്തുന്ന ഇലക്ട്രിക് ക്രിമറ്റോറിയം 2-3 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ അത്രമാത്രം മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ COVID-19 ബന്ധപ്പെട്ട് ചൈന നേരിടുന്ന ലോക രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്ന വിമർശനങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അതിർത്തി ചൈനയുടെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനെ മറികടക്കുവാൻ എങ്ങനെ കഴിയും? അതിനെ മറികടക്കുവാനുള്ള എളുപ്പ മാർഗമെന്ന് പറയുന്നത് അതിർത്തി രാജ്യങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് ഒരുതരം ദേശീയത സൃഷ്ടിച്ചെടുക്കുക, അതിലൂടെ ചൈനയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാവുന്നൊരു രീതി ഇവിടെ അവലംബിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പരിശോധിച്ച് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യയുമായി മാത്രമല്ല ചൈന പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. മറിച്ച് വിയറ്റ്നാമായിട്ട്, ജപ്പാനുമായിട്ട്, ഫിലിപ്പൈൻസുമായിട്ട്, ഹോങ്കോങ്ങിലുണ്ടാക്കിയ പ്രശ്നം, ഓസ്ട്രേലിയയിലെ പ്രശ്നം, അങ്ങനെ മിക്കവാറുമുള്ള അയൽ രാജ്യങ്ങളുമായിട്ടെല്ലാം പ്രശ്നമുണ്ടാക്കി അവരുടെ തലത്തിലുള്ള ഒരു തീവ്ര ദേശീയത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് അപ്പുറത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ യാതൊരു യുക്തിയുമില്ലാത്ത ഒരു എല്ലാവിധ ധാരണകളിലും ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അതിർത്തി സംഘർഷങ്ങളെ ശരിയായി വിശദീകരിക്കുവാനും മനസ്സിലാക്കാനും കഴിയും. ഓക്കെ ജോസൂട്ടി, ഞാൻ തിരിച്ചു വരാം, ബ്രിഗേഡിയറിലേക്ക് കൂടി തിരികെ വരാം. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇന്ത്യ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് നൽകിയ താക്കീത്, കാലാൾപ്പടയുടെ എണ്ണം നോക്കിയാൽ ചൈനയിൽ ചിലപ്പോൾ ആൾക്കൂട്ടം കൂടുതലാണ്. പ്രതിരോധ ബഡ്ജറ്റിന്റെ കാര്യത്തിലും ചൈന മുൻപിലായിരിക്കാം, ടാങ്കുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ചൈന മുൻപിലായിരിക്കാം.
പക്ഷേ നമ്മൾ ഒരാൾ മതി എന്ന ധൈര്യവും ആത്മവിശ്വാസവും സ്ഫുരിക്കുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് കൂടി നൽകിയത്. തിരിച്ചടിക്കും എന്ന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചു. പ്രകോപനമുണ്ടായാൽ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചതും. വളരെ വേഗം ഞാൻ തിരിച്ചു വരും, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഗാൽവൻ മലനിരകളിൽ എവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതിന്റെ ഒരു ഗ്രാഫിക്സ് പ്രേക്ഷകർക്ക് കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും ബ്രിഗേഡിയറിലേക്ക് പോകും. നമ്മൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ചൈനയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ ശക്തമായ ഈ താക്കീത്, ആ താക്കീത് എന്ത് പ്രതിരോധ നീക്കത്തിന്റെ സൂചനയാണ്? വെൽക്കം ബാക്ക്. ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത് ചൈനയ്ക്ക് ശക്തമായ താക്കീത് നൽകിയ പ്രധാനമന്ത്രി എന്ത് പ്രതിരോധ നീക്കത്തിന്റെ സൂചനയാണ് നൽകുന്നത് എന്നാണ്. ന്യൂസ് ഈവനിംഗ് ഇപ്പോൾ പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ 24ന്റെ സ്ക്രീനിൽ എത്തുന്നത് ഗാൽവൻ കുന്നുകളിൽ എവിടെയാണ് ആക്രമണം നടന്നത്. ഇത് ബ്രിഗേഡിയർ കൃത്യമായി ഈ ദൃശ്യം കണ്ടുകൊണ്ട് തന്നെ നമ്മളോട് വിശദീകരണം നടത്തും. ഏറ്റുമുട്ടൽ നടന്ന സാഹചര്യം നേരത്തെ ബ്രിഗേഡിയർ വിശദമാക്കിയിരുന്നു. പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാക്കാൻ ഇപ്പോൾ സ്ക്രീനിൽ ആ ദൃശ്യം എത്തുക കൂടി ചെയ്യുന്നു. പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ചൈനയുടെയും ഇന്ത്യയുടെയും മിലിറ്ററി പോസ്റ്റുകൾ പ്രേക്ഷകർക്ക് കാണാം. നിറയെ കുന്നുകളാൽ അലങ്കൃതമായൊരു പ്രദേശമാണ് ഗാൽവൻ മലനിരകൾ ഉൾപ്പെടുന്ന പാങ്കോങ് സോ തടാകത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പ്രദേശം. ഏകദേശം ചൈനയുടെ അതിർത്തിയിൽ നിന്ന് 43 കിലോമീറ്ററോളം അപ്പുറത്തായി കിടക്കുന്ന ഒരു പ്രദേശം. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കിടക്കുന്നത് എവിടെയാണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമാകും. ഈ ദൃശ്യത്തിൽ നിയന്ത്രണ രേഖയും കടന്നാണ് ഈ ചൈനീസ് പട്ടാളം ഈ ഗാൽവൻ നദിയുടെ തൊട്ട് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ ഗാൽവൻ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട റോഡിന്റെ ഭാഗത്താണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രാഫിക്സിലേക്ക് നമ്മൾ സൂം ചെയ്ത് വരികയാണെങ്കിൽ ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ദർബുക് ഷയോക് DB റോഡ്, ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൈനയുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ റോഡ് നിർമ്മാണത്തിലൂടെ ഇന്ത്യക്ക് വളരെ വേഗം ഗാൽവൻ മലനിരകളിലേക്കുള്ള അതിർത്തി പ്രദേശത്തേക്ക് എത്തുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തെ ചൈന എതിർത്തിരുന്നു. പക്ഷെ നമ്മൾ ഈ പാലത്തിന്റെ നിർമ്മാണവും ഷയോക്ക് നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണവും ദർബുക് ഷയോക് DB റോഡിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു. ഏറ്റുമുട്ടൽ നടന്ന ഗാൽവൻ താഴ്വര എന്ന് പറയുന്നത് പ്രേക്ഷകർ കാണണം, നിയന്ത്രണ രേഖയിൽ നിന്നും ഏറെ ദൂരം ഇപ്പുറത്താണ്. അതായത് ഈ നോമാൻസ് ലാൻഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡിൽ ചൈനയുടെ ഇന്ത്യയുടെയും അതിർത്തി നിയന്ത്രണ രേഖ കടന്ന് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് ഔദ്യോഗികമായൊരു രേഖയായി പ്രേക്ഷകർ കരുതരുത്. ഇന്ത്യയും ചൈനയും തമ്മിൽ മക്മോഹൻ രേഖ പോലും ചൈന അംഗീകരിച്ചിട്ടില്ല എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇന്ത്യൻ സൈനിക താവളത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് വരെ എത്തി ചൈന എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രിഗേഡിയർക്ക് ഇത് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കും. ബ്രിഗേഡിയർ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ നടന്ന ഈ ആക്ഷൻ നടന്ന സ്ഥലം ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഈ നദിക്ക് കുറുകെയുള്ള ഷയോക്ക് നദിക്കും ഈ പറയുന്ന ദർബുക് ഷയോക് DB റോഡിനും ഇടയ്ക്ക് ഗാൽവൻ താഴ്വര എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഇന്ത്യൻ സൈനിക താവളത്തിനും കുറച്ചകലെയായി നിയന്ത്രണ രേഖയിൽ നിന്ന് ചൈനയുടെ അതിർത്തിയിൽ നിന്ന് കുറേ ദൂരെ അകലെയായിട്ടാണ് ഈ സ്ഥലം കാണപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത് നിയന്ത്രണ രേഖയ്ക്കിപ്പുറത്ത് ഇൻട്രൂഡ് ചെയ്തെത്തിയ ചൈനീസ് ആർമിയാണ് നമ്മളുടെ ജവാന്മാരെ വധിച്ചിരിക്കുന്നത് എന്ന് ഈ ദൃശ്യത്തിലൂടെ നമുക്ക് ബോധ്യമാവും. മാത്രമല്ല ഈ ദർബുക് DB റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതിനവർ കരുതി വെച്ചിരുന്ന ഒരു നീക്കം, ആ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ബ്രിഗേഡിയർ? ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. അവർ 62 രീതിയിൽ 65 രീതിയിൽ ഇന്ത്യയെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അന്ന് മൊബിലിറ്റി വളരെ കുറവായിരുന്നു. ഈ മ്യൂൾ ട്രാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ കച്ചർ സാധനങ്ങൾ കയറ്റി ആഴ്ചകളോളം ലോഡ് ചെയ്ത് നടന്നാണ് ഫോർവേഡ് പോസ്റ്റിലെത്തിയിരുന്നത്. അത് ഇന്ത്യക്ക് അതൊരു വലിയ കഷ്ടപ്പാടായിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെറൈൻ അത്രയും ഡിഫിക്കൽട്ടല്ല. അവിടെ നിന്നും ഇതുപോലെ ഈ മൗണ്ടനസ് ടെറൈൻ ഇല്ല. പുറകോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഏരിയയാണ്. അപ്പം ഇതാണ് അവർക്കൊരു അഡ്വാൻറ്റേജ്, ചൈനീസിനുള്ള ഒരു അഡ്വാൻറ്റേജും നമുക്കുള്ള ഒരു സ്ട്രാറ്റജിക്കലി ഡിസഡ്വാൻറ്റേജും എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത് ഈ ക്രക്സ് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തടാകത്തിൻ്റെ അവിടുത്തെ ആ വ്യൂ ആ പിക്ചർ ഗ്രാഫിക്സിലുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ 8 ഫിംഗേഴ്സ് എന്ന് പറയുന്ന, അതായത് മലനിരകൾ ഈ വിരൽ പൊങ്ങി നിൽക്കുന്ന മാതിരി 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള രീതിയിൽ മലനിരകൾ കാണാം. ആ മലനിരകളിൽ 8 ഫിംഗേഴ്സ് എന്ന് പറയുന്നതിൽ അവർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടേതാണ് ആ 8 ഫിംഗേഴ്സ്, നമ്മുടെ ശരിക്കുമുള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നിരുന്നാലും കോൺട്രോവേഴ്സി എറപ്റ്റ് ചെയ്തത് 1 മുതൽ 4 വരെ നമ്മുടേതാണെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പം 4 മുതൽ 8 വരെയാണ് ഈ
കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പം 4 ജോയിൻ്റ് ആയിട്ടുള്ള പെട്രോളിങ്ങും നമ്മളും പോകും അവരും പോകും. അവർ കോൺട്രവേഴ്സിയാണ്, കോൺഫ്ലിക്റ്റഡ് ഏരിയയാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവർ ഈ ഡീഎസ്കലേഷൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 4 തിരിച്ചു പോകേണ്ടതാണ്. അവർ പോകാതെ വീണ്ടും 1 വന്നിട്ട് നമ്മളെ യാതൊരു രീതിയിലും അവർ അടുപ്പിക്കാതിരിക്കുന്ന അവർ ടെൻറ്റും കെട്ടി വിഡ്രോവലൊന്നും നടന്നിട്ടില്ല. ആ ഒരു ഇഷ്യൂവിലാണ് നമ്മൾ നമ്മുടെ ടെറിട്ടറി പെട്രോളിങ്ങിൽ ചെന്ന് ഈ ട്രാപ്പിൽ വീഴുന്നത്. ഇതിൻ്റെ കാരണം മെയിനായിട്ടുള്ളത് ചൈനയ്ക്ക് ഇന്ത്യ നടത്തുന്ന യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈനയ്ക്ക് അവിടെ ഇഷ്ടമല്ല. കാരണം അവിടെ മോട്ടറബിൾ റോഡ് വരികയും അതുപോലെ തന്നെ മൊബിലിറ്റി കൂടുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയെ ബാധിക്കും. പിന്നെ വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആ ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നിന്നാണ് ഈ അക്ഷയ് ഛാനും അതുപോലെ തന്നെ അത് കണക്ട് ചെയ്താണ് പാകിസ്ഥാൻ ഗിഫ്റ്റ് കൊടുത്ത ആ സ്ഥലത്തോട്ട്, അതായത് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ സ്ഥലത്തേക്കും കൂടി ചാടുവാനുള്ള ഒരു ഏരിയ. അവിടെ ഇന്ത്യയുടെ പ്രസൻസ് എസ്പെഷ്യലി ഹൈറ്റ്സ് ഇന്ത്യക്ക് ഒരിക്കലും കൊടുക്കുവാനായിട്ട് അവർക്കത് താല്പര്യമില്ല. മെയിൻ ഇഷ്യൂ ഇതാണ് ശരിക്കും നടക്കുന്നത്. ഇതുപോലെ തന്നെ ഈ തടാകത്തിലും, അതായത് പെട്രോളിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലൂടെ ഈ 8 ഫിംഗേഴ്സിൽ നടക്കുമ്പോൾ താഴെക്കൂടെയും ബോട്ടിൽ പെട്രോളിങ് നടത്താറുണ്ട്. അത് ചൈനീസിൻ്റെ ബോട്ടുമുണ്ട്, ഇന്ത്യയുടെ ബോട്ടുമുണ്ട്. ആ ബോട്ട് പെട്രോളിങ് നടത്താറുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബോട്ട് പെട്രോളിങ് നടന്നിട്ട് തന്നെ ഒരു 2 മാസത്തിൽ കൂടുതലായി. അതിപ്പം വിൻ്ററിൽ ബോട്ട് പെട്രോളിങ് വളരെ കുറവാണ്. അതായത് ഫ്രീസിങ് ആയിരിക്കും, അതായത് ശരിക്കും പറഞ്ഞാൽ ഐസ് നിറഞ്ഞ് കിടക്കുകയായിരിക്കും തടാകം. അത്രയും കൊടും തണുപ്പാണ്, -40 വരെ പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് ഇവിടുത്തെ ചൈനയുടെ ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് ചൈന ഈ ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ, നമ്മുടെ മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ, ഈ ഗാൽവൻ നദിയുടെ, ഒരിക്കൽ കൂടി മാപ്പ് കണ്ടാൽ ഗാൽവൻ നദിയുടെ ഭാഗത്ത് തൊട്ടു മുകളിലായി കിടക്കുന്ന ആ റോഡിന്റെ ഭാഗം അത് വളരെ ഇടുങ്ങിയതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് ഈ നിയന്ത്രണ രേഖയും കടന്ന് ചൈനീസ് ആർമി വന്ന് ഇന്ത്യയുടെ സേനാ താവളത്തിന് തൊട്ടടുത്തുള്ള ഈ പാങ്കോങ് സോയ്ക്കും തൊട്ട് അപ്പുറത്തുള്ള ഗാൽവൻ താഴ്വരയിലാണ് ക്യാമ്പ് അടിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ധാരണ പ്രകാരം ആ ക്യാമ്പിൽ നിന്നാണ് അവർ പിന്മാറേണ്ടിയിരുന്നത്. പിന്മാറുമ്പോൾ ഷയോക് നദിയും കടന്ന് വീണ്ടും മുകളിലേക്ക് പോയി യഥാർത്ഥ നിയന്ത്രണ രേഖയിലെത്തി, അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെത്തി. അതിനുശേഷം അവർ ചൈനീസ് സൈനിക താവളത്തിലേക്ക് മടങ്ങിപ്പോകണമായിരുന്നു. മടങ്ങിപ്പോയില്ല. പക്ഷെ ഒരു സംശയം ന്യായമായി ഉള്ളത്, ഇത്രയും അധികം ഈ 20ഓളം സൈനികർ കൊല്ലപ്പെടുകയും 4ഓളം ആളുകളെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സംഘടന ഉണ്ടാവുമ്പോൾ ഈ ടെറൈൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടാവില്ലേ? ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു നേർത്ത പാട പോലെയാണ് ഈ ഹൈവേ കിടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. മണ്ണിടിച്ചിലുണ്ടാവാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ചില പ്രദേശങ്ങൾ ഉണ്ടാവാം ഇതിനോട് തൊട്ടടുത്ത മേഖലകളിൽ. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശം, ആ പ്രദേശത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫിയും ഈ പറയുന്ന മരണനിരക്ക് കൂടാനുള്ള കാരണമായിട്ടുണ്ടോ? ഇതേ കാര്യം തന്നെ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും നമ്മളും തിരിച്ചടിച്ചു. ചൈനയുടെ 43ഓളം ആളുകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിലും കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെടിക്കോപ്പുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കളുടെ അനുമാനം, ബ്രിഗേഡിയർ? ഇത് ഒരു ട്രാപ്പ് അവർ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിമാന പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ഫോർവേഡ് പോസ്റ്റിലോട്ട് വന്നു, പിന്മാറാനായിട്ട് എഗ്രിമെൻ്റായി, ടോപ്പ് ലെവലിൽ എഗ്രിമെൻ്റായി കഴിഞ്ഞിട്ട് പിന്മാറണം എന്നുള്ള അവർക്ക് ഓൾമോസ്റ്റ് സേർട്ടൺ ആയിരുന്നു പിന്മാറണേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവർ പിന്മാറാതെ അവിടെ സെറ്റിൽ ചെയ്തിരുന്നു. ഈ വിവരം നമുക്ക് ഇന്ത്യൻ ട്രൂപ്സിന് ഒരു കാരണവശാലും അറിയില്ലായിരുന്നു, ഇങ്ങനൊരു വിഷയമുണ്ട്, അവരവിടുന്ന് മാറിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ അൺപ്രിപ്പയർഡ്, അവിടെ ചൈനീസ് ബോർഡറിൽ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാര്യം അവിടെ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ഉണ്ടെങ്കിൽ അത് ഉന്തിയും തള്ളിയും അങ്ങോട്ട് പറഞ്ഞു വിടുക. അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസ് ട്രാൻസ്ലേറ്ററെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ സംസാരിക്കുക, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇനിയും വരല്ലേ, അങ്ങനെ പറഞ്ഞു മാറുന്നത് ഒരു ഇത് ഈ ലെവലിലേക്ക് എത്തും എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന് പെട്ടുപോയതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. രണ്ടാമത് ടെറൈൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെറൈൻ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോസ്റ്റ് 1 വരെയും 4 വരെ വരുന്നത് കാര്യം മോട്ടറബിൾ ട്രാക്ക് ഉണ്ട് അവിടെ. അവർ ജീപ്പിലാണ് മിക്കവാറും ചില സമയങ്ങളിൽ ആ പെട്രോളിങ് നടത്തുന്നത്. നമ്മൾ നടന്നാണ് പെട്രോളിങ് നടത്തുന്നത്. ഇതൊരു വ്യത്യാസമുണ്ട്. അവിടെ മോട്ടറബിൾ ട്രാക്ക് ചൈനയ്ക്കും നമുക്ക് മോട്ടറബിൾ ട്രാക്ക് ഇല്ല. അവിടെ ആണിത് വ്യത്യാസം. നമ്മളത് ഉണ്ടാക്കാൻ അവർ സമ്മതിക്കത്തുമില്ല. ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അതുപോലെ തന്നെ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിഞ്ഞത് ഈ എന്നാ പറയാനും വടി, ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള വടി അവർ ഈ ചെറിയ മെറ്റൽ പീസുകളൊക്കെ അതിൻ്റെ അറ്റത്ത് അടിച്ചു കയറ്റി അത് വളരെ ഇതായിട്ട്
എന്താ പറയുക, ആണി പോലെയുള്ള ഒരു സാധനങ്ങൾ കുറേ അടിച്ചു കയറ്റി അതിട്ടിട്ട് ഇറ്റ് ഈസ് വേഴ്സ് ദാൻ യുനോ ഇത് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് കയറുന്ന ഒരു കുഴപ്പമില്ല, 1 ഷോട്ട് 1 എനിമി എന്നുള്ള രീതിയിൽ അതങ്ങ് തീർന്ന് കിട്ടുന്ന കാര്യമുള്ളൂ. ഇത് അടിക്കുകയാണ് ചെയ്തത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് തിരിച്ച് നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഒരു വീട്, നമ്മുടെ ഒരു ടെൻറ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മുടെ ടെറിട്ടറിയിലുള്ള ടെൻറ്റിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടാണ്. അതാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു കമാൻഡിങ് ഓഫീസറും ട്രൂപ്സും മാത്രമായിട്ട് ചെല്ലുക എന്ന് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രിപ്പയർഡ് ആണ്, അവരവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രിപ്പയർഡ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ അവിടെ ചെല്ലില്ല. അവരോട് സംസാരിച്ച് സംയമനത്തെ സംശയം ചോദിക്കട്ടെ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഈ ഘട്ടത്തിൽ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമവും സങ്കടവും എല്ലാം എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും കേണൽ സന്തോഷ് ബാബു അടക്കമുള്ള നമ്മുടെ ധീര സൈനികർ. ഈ കമാൻഡിംഗ് ഓഫീസർ അടക്കമാണ് ഇത്തരത്തിൽ ബ്രൂട്ടലായിട്ട്, മെഴ്സിലെസ് ആയിട്ട്, ദയാരഹിതമായിട്ട് ഈ ചൈനയിലെ ചതിപ്പട്ടാളം നമ്മളെ ആക്രമിച്ച് കീഴടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ കമാൻഡിംഗ് ഓഫീസർ കൊല്ലപ്പെടുന്ന ആ ഘട്ടത്തിൽ വേണ്ടി വന്നാൽ ഒരു വെടിവയ്പ്പിനുള്ള സാധ്യത, അതിനുള്ള അനുമതി ആരാണ് നൽകേണ്ടിയിരുന്നത്? ഈ ഘട്ടം പര്യാപ്തമായിരുന്നോ? അത്തരത്തിലുള്ളൊരു ആംസ് ആൻഡ് അമ്യൂണിഷൻസിന്റെ പ്രയോഗത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരുന്നു? ശരിക്കും നമ്മൾ ഫയർ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഇല്ല, അവർ ഒരു കാരണവശാലും അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവർ വെൽ പ്രിപ്പയർഡായിട്ടിരിക്കുകയാണ്. വെൽ പ്രിപ്പയർഡായിട്ടിരിക്കുന്ന ഒരു ട്രൂപ്സും നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ അങ്ങോട്ട് ചെല്ലുകയും കൂടി ചെയ്യുമ്പം ഓൾവേസ് അഡ്വാൻറ്റേജ് അവർക്കായിരിക്കുമല്ലോ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത്. നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് പറ്റുന്നതാണിത്. കാർഗിലിൽ ഇത് തന്നെ നമുക്ക് പറ്റിയത്. ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായത് ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ ഗവൺമെൻറ് ഒരിക്കലും സമ്മതിച്ചില്ല. ഒന്ന്. രണ്ടാമത് അവർ ഹൈറ്റ്സിലാണ് ഇരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ കാഷ്വാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് കയറി വരും, അവർ മുകളിലിരിക്കുകയാണ്, ഹൈറ്റ്സിൽ ഇരിക്കുകയാണ്. അതുപോലെ അങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത്? പിൻഭാഗത്തുകൂടി അല്ലെങ്കിൽ വേറെ ആക്സിസിലൂടി അവരെ ഒറ്റപ്പെടുത്തി ഐസൊലേറ്റ് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുക ചെയ്യുന്നത്. അതിന് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ലായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പുണ്യാളനാകാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ കാഷ്വാലിറ്റി കാർഗിലുണ്ടായത്. അതുപോലെ തന്നെ ഇത് ഒരു പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഡി എസ്കലേഷന് വേണ്ടി ചർച്ച നടത്തി, നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി, ഓക്കെ മാറുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു അവരവിടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ തെറ്റ് ആരുടെ? സൈനികരുടെ തെറ്റാണോ? സൈനികർ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത്? അറിഞ്ഞുകൊണ്ട് അവർ അവിടെയോട്ട് ചെല്ലില്ല. പിന്നെ ഈ കമാൻഡിംഗ് ഓഫീസറെ അറ്റാക്ക് ചെയ്തപ്പം തീർച്ചയായിട്ടും ഓൾട്ടർക്കേഷൻസ് ഉണ്ടാവും. നല്ല രീതിയിൽ ഉന്തും തള്ളും. അത് തന്നെയല്ല ആക്രമണവും പ്രത്യാക്രമണവും. ഞാൻ അറിഞ്ഞത് കമാൻഡിംഗ് ഓഫീസറിൻ്റെ ബഡി അവരുടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ വെപ്പൺ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഗണ്ണല്ല, അത് തിരിച്ചു മേടിച്ച് അവർക്കിട്ട് തന്നെ ഇത് ചെയ്തു. മാക്സിമം നമ്മൾ അങ്ങനെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അവിടെ ഈ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഫിൾ താഴോട്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ പോവുള്ളൂ. ഒരിക്കലും മുന്നോട്ട് ഫ്രണ്ടിലോട്ട് പോയിന്റ് ചെയ്ത് നടക്കാൻ പാടില്ല, താഴോട്ട്. അങ്ങനെ ഒരു ട്രെൻഡാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. കാര്യം നമ്മൾ സമാധാനം കാക്ഷിക്കുന്നു, അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും അതിനകത്ത് ബുള്ളറ്റ്സുകൾ കൊണ്ടുപോകാറ് പോലുമില്ല. കാര്യം അങ്ങനെ ഒരു വളരെ വിദൂരമായ ഒരു ഓപ്ഷനാണ് ഫയർ പവർ യൂസ് ചെയ്യണം, അങ്ങനെ ഒരു അവസരം വരും എന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. അല്ലാതെ നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൽ വന്ന പിഴവ്. അല്ല എന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ നയതന്ത്ര തലത്തിൽ ഫെയിലായി. ഇതിനൊരു കാര്യം കൂടെ പറയുന്നത്, കാരണം അന്തർദേശീയ തലത്തിൽ പറയുന്നുണ്ട്, ജോസൂട്ടി വിൽ എഗ്രി വിത്ത് മീ, ഐ നോ ദാറ്റ്, ബിക്കോസ് ഡിപ്ലോമസി എവിടെ ഫെയിൽ ആകുന്നോ കോൺഫ്ലിക്റ്റ് അവിടെ തുടങ്ങുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. എല്ലാ കാര്യത്തിലും അതാണ് നടക്കുന്നത്. വേറെവർ ദ ഡിപ്ലോമസി ഫെയിൽസ് ദ കോൺഫ്ലിക്റ്റ് എറപ്റ്റ്. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ റൂൾ. അതാണ് ഇവിടെ നടന്നത്. അത് ഫെയിൽ ആയതിന് ആരെ ഉത്തരവാദിയാക്കണം ഓപ്പണായിട്ട് എനിക്ക് പറയാം. ഒരിക്കൽ കൂടി തിരിച്ചു വരാം, ജോസൂട്ടിയിലേക്ക് വരാം. ഒറ്റ കാര്യം കൂടി ബ്രിഗേഡിയർ, എനിക്ക് അറിയേണ്ടത്, ഒരുപക്ഷെ പ്രേക്ഷകരും അറിയാൻ കാത്തിരിക്കുന്നത്, ഇത്തരം പെട്രോളിങ്ങുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും. അത്തരം ഏറ്റുമുട്ടലുകൾ എങ്ങനെയാണ് ഇത്തരം വലിയ സംഘർഷമായി മാറുന്നത് എന്നതിൻ്റെ അനുഭവത്തിനുള്ളൊരു വിവരണം കൂടി ഒരുപക്ഷെ ബ്രിഗേഡിയർ നൽകിയാൽ നന്നായിരിക്കും. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൂടുതൽ വ്യക്തമായ ചില ആയിത്തീരുമത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അതിനു മുമ്പ് എനിക്ക് രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകട്ടെ. കാരണം ഇവിടെ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കൂടി ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. പ്രതിപക്ഷം സർക്കാരിനെ
ആദ്യഘട്ടത്തിൽ വിമർശിച്ചുവെങ്കിലും രണ്ടാം ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നാണ്. രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് സംസാരിക്കും. രാധാകൃഷ്ണൻ, ഇപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. എന്താണ് സോണിയാഗാന്ധി പ്രധാനമായും പറഞ്ഞത്? പൂർണ്ണമായ പിന്തുണ രാജ്യത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജ്യം ഒറ്റക്കെട്ടായി ഈ ചൈനയുടെ ചതിയെ തിരിച്ചറിഞ്ഞ് പ്രത്യാക്രമണം വേണ്ടി വന്നാൽ അതിന് തയ്യാറെടുക്കും എന്ന സൂചനയാണോ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ആർക്കെ? തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഏതു വിധത്തിലാണോ പക്വത കാട്ടിയിട്ടുള്ളത്, നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ആവശ്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടി വരുന്ന ആവശ്യം എപ്പോഴൊക്കെയാണോ അതിന് സമാനമാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചത് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതും ഇതിന് അനുബന്ധമായോ അല്ലെങ്കിൽ ദേശസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ആവശ്യമായിരുന്നില്ല, മറിച്ച് അവിടെ നടക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് അറിയണം എന്ന ആവശ്യമാണ് അവർ നടത്തിയത്. ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇതിൽ ഇനി മറ്റൊരു വാദം ഇല്ല. സർക്കാരിനെ അംഗീകരിക്കുന്നു. ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഒപ്പം രാജ്യത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള അവസരം ഏതൊക്കെ വിധത്തിൽ വേണമോ അതിന് സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും എന്ന സന്ദേശമാണ് സോണിയാഗാന്ധി നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക്വതയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇനി വളരെ ഉറച്ച ചുവടുകൾ ഇന്ത്യക്ക് മുന്നോട്ട് വയ്ക്കാം, സർക്കാരിന് മുന്നോട്ട് വയ്ക്കാം. പ്രതിപക്ഷം അടക്കമുള്ളവർ ഒരുപക്ഷെ ഈ സർവകക്ഷി യോഗം കൂടി കഴിയുന്നതോടുകൂടി ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ലോകം കാണുന്ന ഒരു സാഹചര്യമായിരിക്കും അരുൺ ഉണ്ടാവുക. യെസ്, ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്നാണ് സൂചന ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ആർക്കെയാണ് നമുക്കൊപ്പം ചേർന്ന്? ജോസുകുട്ടി, ഇവിടെ തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ സർക്കാരുമായിട്ട് ചൈനയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ട്വീറ്റിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശമാണ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്. നമുക്കൊപ്പം അമേരിക്ക പിന്നിലുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയെ വിളിച്ച് അവരുടെ ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്, അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങൾ കൂടി, ഇപ്പോൾ ജപ്പാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം, തൈവാൻ തുടങ്ങി ചൈനയുമായി പിണങ്ങി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, G7 ഉച്ചകോടിയുടെ ഭാഗമാകാൻ ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും തയ്യാറെടുക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ആക്രമണം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് എസ്കലേറ്റ് ചെയ്താൽ, അതിർത്തിയിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു വെടിവെപ്പുണ്ടാകുന്ന ഘട്ടം വന്നാൽ എങ്ങനെയായിരിക്കും ഈ അന്തർദേശീയ സമൂഹം ഇരു രാജ്യങ്ങളെയും പിന്തുണയ്ക്കുക, ഇരു രാജ്യങ്ങളുടെയും പിന്നിൽ അണിനിരക്കുക? പാകിസ്ഥാന് ചൈനയും മാത്രമായി ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ ഈ ഘട്ടത്തിൽ? ജോസുകുട്ടി, ഇപ്പോഴത്തെ ഈ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈനയുടെ നിലപാടും അതിനോട് മറ്റു രാജ്യങ്ങൾ എടുത്തിട്ടുള്ള വിമർശനങ്ങളും, അതുപോലെ തന്നെ ചൈന സ്വന്തം അയൽപക്കത്തെ രാജ്യങ്ങളുമായിട്ട് പല രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സാഹചര്യത്തിലും അവർക്ക് പലർക്കുമെതിരെയും ശിക്ഷണ നടപടികൾ പോലെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ കൊണ്ടുവന്ന സാഹചര്യത്തിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറച്ചും കൂടെ ഒരു വലിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പാകിസ്ഥാന്റെയോ ഒരു പരിധിവരെ പറഞ്ഞാൽ നേപ്പാളിന്റെയോ ഒക്കെ പിന്തുണ നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് ലോക രാജ്യങ്ങളുടെ വലിയ പിന്തുണ നമ്മോടൊപ്പം ഉണ്ടാകും. അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനകളാണ് അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ നടത്തിയിരിക്കുന്നത്. അതുപോലെ സൗത്ത് ചൈന സീയിൽ, ഇൻഡോ പസഫിക് മേഖലയിലും ഒക്കെയുള്ള ചൈനയുടെ പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് സാധ്യത. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം രാജ്യങ്ങൾക്കൊക്കെ നമ്മളോട് ധാർമ്മിക പിന്തുണ അല്ലെങ്കിൽ നമ്മളുടെ നിലപാടുകളോടുള്ള പിന്തുണ അറിയിക്കാവുന്നതിനപ്പുറത്ത് മറ്റൊരു രീതിയിലുള്ള സഹായം എത്തിക്കുവാൻ വളരെയധികം പരിമിതികളുണ്ട്. ആ തരത്തിലേക്കൊന്നും പോകില്ല. അതുകൊണ്ട് പിന്തുണ നമുക്ക് ധാർമ്മികമായി കിട്ടുമെങ്കിലും നമ്മൾ തന്നെ ഈ പ്രശ്നത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ അതിർത്തിയിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യമായിരിക്കാം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അനുകൂലമായൊരു ഘടകം കൂടി നമുക്ക് വരുന്നത് ചൈനയിൽ വലിയ രീതിയിൽ ഈ മഹാമാരിയുടെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടുന്നതോടൊപ്പം തന്നെ അയൽപക്ക രാജ്യങ്ങളോടെല്ലാം തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു
എന്നൊരു വലിയ സന്ദേശം, ആവശ്യമില്ലാത്ത ദേശീയത കത്തിച്ചു വിട്ടുകൊണ്ടുള്ള അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു തോന്നൽ മറ്റു രാജ്യങ്ങൾക്കുണ്ടായി എന്നുള്ളതും നമുക്ക് അനുകൂലമായി വരുവാനാണ് സാധ്യത. മാത്രമല്ല, ചൈനയുടെ ലോക വീക്ഷണം തന്നെ പണ്ട് കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോക കാഴ്ചപ്പാടാണ് അമേരിക്കയ്ക്കുള്ളത്. ഇപ്പൊ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് തന്നെ ചൈനയിൽ നിന്നുള്ള ചില ചിന്തകന്മാരുടെയൊക്കെ പ്രസ്താവനകൾ വരുന്നത്, നമ്മൾ ഇനി ലോകത്തിലെ വൻ ശക്തിയാകാൻ പോവുകയാണ്. ഒരു കാലത്ത് എപ്രകാരമായിരുന്നോ ചൈന ലോകത്തിലെ മിഡിൽ കിങ്ഡം ആയിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നത്, അതുപോലെ നമ്മൾ ഇനി ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയാകാൻ പോകുന്നു. അപ്പൊ ഒരു വൻ ശക്തി ആകണമെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള പിടിച്ചടക്കലുകൾ നടത്തണം. കാരണം അതിനൊരു സിദ്ധാന്തം കൂടിയുണ്ട്. പിടിച്ചടക്കലുകളിലൂടെയാണ് വലിയ ശക്തികൾ അവരുടെ സ്ഥാനം സൂപ്പർ പവറായി ഉറപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ചൈനയെ വേണമെങ്കിൽ ഒരു പരിധിവരെ ഭരിക്കുന്നുണ്ടാവാം. അക്കൂട്ടത്തിൽ അവർക്കൊരു എതിരാളിയായി കാണുന്നത് അമേരിക്കയെ മാത്രമാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയൊക്കെ അവർ പറയുന്നത് അവരുടെ സൈനിക ബലവും സാമ്പത്തിക ശേഷിയും ഒക്കെ വെച്ചിട്ട് വളരെ ചെറിയ രാജ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു ധാരണകളെയൊക്കെ ഒരുപക്ഷെ അതിന് കടന്നു പോകുന്ന ദേശീയത ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയ്ക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറണി കൂടി. ഒറ്റ കാര്യം കൂടി എനിക്ക് ജോസൂട്ടിനോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചില പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. റഷ്യയും ഇന്ത്യയും ചൈനയുമായി ഏഷ്യയിലെ ഒരു വലിയ രീതിയിലുള്ള ഒരു മഹാശക്തി സഖ്യം രൂപപ്പെടുക. ഈ റിക് എന്ന പേരിൽ ഫോം ചെയ്തിരിക്കുന്ന ഇത്തരം ഒരു സാധ്യത അത് പൂർണ്ണമായും ഇതോടുകൂടി ഇല്ലാതായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് G7 ഇന്ത്യയുടെ എൻട്രി വരുന്നൊരു സാഹചര്യം, മറുഭാഗത്ത് റിക്കിന്റെ പ്രോസ്പെക്ട്സിനെ അത് നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതോടുകൂടി റിക്ക് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു എന്നൊരു അസംഷനിലേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് എത്താൻ കഴിയുമോ ജോസൂട്ടി? ഇപ്പോഴത്തെ ലോക രാഷ്ട്രീയ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ട്, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ട് ഒരു സൈഡിലും, ചൈന, റഷ്യ, പാകിസ്ഥാൻ, അങ്ങനെ നോർത്ത് കൊറിയ, ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള മറ്റൊരു അച്ചുതണ്ടുമാണ് നമ്മുടെ ഈ സൗത്ത് ഏഷ്യയുടെയും ഇൻഡോ പസഫിക്കിന്റെയും ഒക്കെ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ റിക്, അതായത് റഷ്യ, ഇന്ത്യ, ചൈന പോലുള്ള സംയുക്ത റീജിയണൽ ട്രാൻസ് റീജിയണൽ ഓർഗനൈസേഷൻസിനൊന്നും വലിയ പ്രസക്തിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ റിക് എന്ന് പറയുന്നത് ഒരു ഡെഡ് ഓർഗനൈസേഷൻ ആയി കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഇപ്പം ഇന്ത്യയും ചൈനയും അംഗമായിട്ടുള്ള ഷങ്കായി കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ആണെങ്കിലും, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണെങ്കിലും, ബ്രിക്സ് ആണെങ്കിൽ തന്നെയും ഒക്കെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സഹകരണം ഉണ്ടാക്കുക എന്നുള്ള തലത്തിൽ നിന്ന് പരസ്പരം പോരടിക്കുന്ന വേദിയായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല. അതായത് ഇന്ന് നമ്മൾ അതിർത്തിയിൽ കാണുന്ന സംഘർഷങ്ങൾ ഇനിയും പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം സഹകരിക്കുന്ന എല്ലാ പ്രാദേശികവും ട്രാൻസ് റീജിയണലുമായിട്ടുള്ള സംഘടനകൾ അപ്രസക്തമാകുകയും അല്ലെങ്കിൽ അവയിലൂടെ സഹകരണം കൊണ്ടുവരാമെന്നുള്ള ധാരണകളും പ്രഖ്യാപനങ്ങളും ഒക്കെ വെറും പാഴ്വാക്കളായി മാറുകയും ചെയ്യും. That's a good lesson in international politics, ജോസൂട്ടി. താങ്ക് യു. ഇപ്പോൾ നമുക്കൊപ്പം ഒരിക്കൽ കൂടി ബ്രിഗേഡിയർ ചേരുന്നുണ്ട്. ബ്രിഗേഡിയർ, ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് അറിയേണ്ടത് അങ്ങയുടെ അനുഭവ ജീവിതത്തിൽ നിന്ന് കൂടി ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സാധാരണ ഇപ്പോൾ പെട്രോളിങ്ങിന് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഈ ഗാൽവൻ താഴ്വരയിൽ കമാൻഡിംഗ് ഓഫീസറായ സന്തോഷ് ബാബുവിനും നമ്മുടെ ധീര സൈനികർക്കും ഉണ്ടായത്. ഇത്തരം പെട്രോളിങ്ങിന് പോകുന്ന സാഹചര്യങ്ങളിൽ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിൽ എതിർ സൈന്യം പ്രതികരിക്കാറുണ്ടോ സാധാരണ രീതിയിൽ? അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടത് ചില ആൾക്കാരുടെ അനുഭവ കഥയൊക്കെ വായിക്കുമ്പോൾ ഈ അവരിൽ ഉന്നം തള്ളും ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ അടി ഉണ്ടാവാറുണ്ട്. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ കവലയിൽ കാണുന്നത് പോലെയുള്ള കയ്യേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവാറുണ്ട്. പക്ഷേ കമാൻഡിംഗ് ഓഫീസർമാർ വന്ന് ഈ ട്രൂപ്പുകളെ പരസ്പരം പിരിച്ചുവിടുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ അനുഭവത്തിൽ നിന്ന് ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒന്ന് ഊഹിച്ചെടുക്കാൻ സാധിച്ചാൽ എങ്ങനെയായിരിക്കും? നമുക്കറിയില്ല കൃത്യമായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ പെട്രോളിങ്ങിനിടയിൽ എങ്ങനെയാണ് സാധാരണ ഇത്തരം കയ്യേറ്റങ്ങൾ നടക്കുന്നത്? സാധാരണഗതിയിൽ അവിടെ ഒരു ആക്സെപ്റ്റഡ് നോംസ് 10 പേരാണ് പട്രോളിങ്ങിന് പോവുക എന്നുള്ളതാണ്. ഒരു ഓഫീസർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ജവാന്മാരും, അതിൽ ഒരാൾ ട്രാൻസ്ലേറ്ററും ആയിരിക്കും. ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡറിൻ, അതായത് ചൈനീസ് ഭാഷ പഠിച്ച അല്ലെങ്കിൽ വശമുള്ള ഒരു സൈനികനായിരിക്കും കൂട്ടത്തിലുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് സാധാരണ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. ഒരു ഓഫീസർ, പിന്നെ ബാക്കി 8 പേര്, ഒരാൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിരിക്കും. അതായത് ഇംഗ്ലീഷിൽ അവരുടെ ഓഫീസറിനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആളുമായിരിക്കും. സാധാരണ അങ്ങനെയാണ് അവിടുത്തെ പെട്രോളിങ്ങിൻ്റെ സിസ്റ്റം.
ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെട്രോളിങ്ങിന് പോകുമ്പോൾ അവർ നമ്മൾ എത്ര പെട്രോളിങ് ചെയ്യുന്നു അത്രയും പെട്രോളിങ് അവരും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം അവരുടെ ടെറിട്ടറിയിലാണ് എന്ന് അവർ വന്നങ്ങ് പറയുവാണെങ്കിൽ വേഗം വന്നിട്ട് പറയും ഇത് ഞങ്ങൾ ഒരു കാരണവശാലും അവർ ബ്ലോക്ക് ചെയ്യും. കബഡി കളിയിലൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്യുന്ന പോലെ കൈ കൊണ്ട് വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. അതായത് ചെയിൻ ഹ്യൂമൻ ചെയിൻ മാതിരി ചെയിൻ പിടിച്ച് ബ്ലോക്ക് ചെയ്യും, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ അതുപോലെ തന്നെ അവർ വരുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്യുക, ഹ്യൂമൻ ബ്ലോക്ക് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ബ്ലോക്ക് ചെയ്തിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒരു ബാനർ കൊണ്ടുപോകാറുണ്ട്. 2 ബാനർ കൊണ്ടുപോകും. അത് ആ ബാനർ സാധാരണഗതിയിൽ കൊണ്ടുപോകുന്നത് അതായത് റെഡ് ലെറ്റേഴ്സ് ആയിരിക്കും, ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സാണ് സാധാരണ ഇത് കൊണ്ടുപോകുന്നത്. ചൈനീസിൽ മാൻഡറിൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കും, നിങ്ങൾ ഇന്ത്യൻ ടെറിട്ടറിയിലാണ്, ദയവ് ചെയ്ത് തിരിച്ചു പോവുക എന്ന് അവരെ ഇങ്ങനെ കാണിക്കും. ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പറയും നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറയും. അതുപോലെ തന്നെ ചൈനീസും അങ്ങനെ തന്നെ കാണിക്കും. അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൈനയുടെ ചുങ്കുവോ എന്നാണ് ചൈനയ്ക്ക് പറയുന്നത്, ചുങ്കുവോ ടെറിട്ടറിയിലാണ്, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് അവരും ഇംഗ്ലീഷിൽ എഴുതി സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും. യു ആർ ഇൻ ചൈനീസ് ടെറിട്ടറി, പ്ലീസ് മൂവ് ബാക്ക്, വി ബിലീവ് ഇൻ ദാറ്റ്. അങ്ങനെയാണ് അവർ എഴുതി ബാനർ കാണിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആ ഇഷ്യൂ തീരും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവും. ഇത് ചെയ്യും. ചിലപ്പോൾ അത് ഉന്തിയും തള്ളിയും മാറി അടുത്ത് കിടക്കുന്ന കല്ലൊക്കെ എടുത്ത് എറിയാറും ഒക്കെ ഉണ്ട്, കല്ലേറ് വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് സ്വാഭാവികമാണ്, അവരും എറിയും നമ്മളും എറിയും. അപ്പം കരയിൽ പെട്രോളിംഗ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ആ ഏരിയയിലാണെങ്കിൽ തടാകത്തിലും പെട്രോളിംഗ് നടക്കാറുണ്ട്. പിന്നെ എവറി ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ ഫ്ലാഗ് മീറ്റിംഗ് നടക്കും. അത് ഫിക്സ് ഡേറ്റ് ആയിരിക്കും. അവിടുത്തെ ഫോർവേഡ് പോസ്റ്റിലുള്ള ഒരു ഓഫീസറും അതുപോലെ ട്രാൻസ്ലേറ്ററും വന്ന് നമ്മുടെ ഒരു ഓഫീസർ ട്രാൻസ്ലേറ്ററും ചെന്ന് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ ചെന്നിട്ട് ആ പോയ മാസങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞങ്ങൾ ഇവിടെ വന്നു, നിങ്ങൾ ബ്ലോക്ക് ചെയ്തായിരുന്നു, ആക്ച്വലി അത് ഞങ്ങളുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്, അതങ്ങനെ ഇനിയും ഇത് ചെയ്യരുത് എന്നൊക്കെയാണ് സാധാരണ ഫ്ലാഗ് മീറ്റിംഗിൽ വരുന്നത്. ഈ റീസെൻ്റായിട്ട് ചൈനീസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഗ്രസീവായിട്ടുള്ള ഇൻഫൻട്രി സോൾജേഴ്സിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നും ബിൽഡിംഗ് പണിയുന്ന എഞ്ചിനീയേഴ്സിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നുമാണ്. അവർക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല, അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. അതാണ് അവരുടെ ശരിക്കുമുള്ള ആഗ്രഹം. കാര്യം ഇന്ത്യൻ ട്രൂപ്സ്, ഈ ഫോർവേഡ് ട്രൂപ്സിലെ ഇൻഫൻട്രിയിലെ ട്രൂപ്സിലെ പിള്ളേരെ ഇവിടുന്ന് മാറ്റുക, അതുപോലെ തന്നെ ഇതും കൂടി ചെയ്യുക. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു കാരണം കൂടെ ഉണ്ട്. അത് ഈ ബിൽഡപ്പ് ഉണ്ടാകാനുള്ള കാരണം നമ്മളൊരു എക്സസൈസ് ഇന്ത്യൻ ട്രൂപ്പിൻ്റെ ഇന്ത്യൻ സൈഡിൽ തന്നെ ഒരു എക്സസൈസ് ചെയ്തു. ആ എക്സസൈസ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആ ഏരിയയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ അതിനുവേണ്ടി ടാങ്കുകളും മാക്സിമം വെഹിക്കിൾസും ഒക്കെ മൊബിലൈസ് ചെയ്ത് ഒരു എക്സസൈസ് നമ്മളവിടെ നടത്തി, പരിശീലനം, ഒരു പ്രാക്ടീസ്. അത് ചൈന ഒരു കാലത്തും അത് ഒബ്ജക്റ്റ് ചെയ്തിരുന്നു ആ സമയം മുതൽ തന്നെ. അപ്പോൾ ചൈനയ്ക്കിപ്പോൾ മനസ്സിലായി, കാര്യം നേരത്തെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട് ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യ ഒരു കാരണവശാലും മിലിറ്ററി ബിൽട്ടപ്പിൽ പുറകിലല്ല, അവരുടെ ഒപ്പം അല്ലെങ്കിൽ പോലും പുറകിലല്ല. കാരണം അടിക്ക് തിരിച്ചടി കൊടുക്കാൻ കേപ്പബിളാണ്. ടാങ്ക് അവരുടെ ആ ബോർഡർ വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ അവരെ ശരിക്കും പ്രകോപിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. അല്ലാതെ പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കാരണം ഈ എല്ലാ പോസ്റ്റും ആർമി അല്ല മാൻ ചെയ്യുന്നത്. ITBP ഉണ്ട്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ SSB ഉണ്ട്, സീമ സുരക്ഷാ ബെൽ. ഇതെല്ലാം ഹോം മിനിസ്ട്രിയുടെ അണ്ടറില്ല, ഡിഫൻസിൻ്റെ അണ്ടറില്ല. പിന്നെ ഉള്ളത് ആസാം റൈഫിൾസ് ഉണ്ട്, അതും ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. അപ്പം അവരൊക്കെയാണ് ഇത് മാൻ ചെയ്യുന്നത്. ചില ക്രിട്ടിക്കൽ പോസ്റ്റുകളാണ് എസ്പെഷ്യലി ആർമി മാൻ ചെയ്യുന്നത്, ബാക്കിയുള്ളതൊന്നും ആർമി അല്ല മാൻ ചെയ്യുന്നത്. അപ്പം അത് നോർമലായിട്ടുള്ള SSB ആണെങ്കിലും അല്ലെങ്കിൽ ITBP ആണെങ്കിലും അല്ലെങ്കിൽ ആസാം റൈഫിൾ ആണെങ്കിലും അവരൊക്കെയാണ് അത് ഗാർഡ് ചെയ്യുന്നത്, ആ ബോർഡർ. അതിനുവേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട, എല്ലാ ബോർഡറും കംപ്ലീറ്റ് ഇന്ത്യൻ ആർമി തന്നെയാണത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളൊരു ആക്ഷനോ അല്ലെങ്കിൽ പ്രൊവോക്കേഷനോ പോകുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചിന്തിക്കേണ്ട. കാരണം അവിടെ എല്ലാം മൊബിലൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ഡിഫൻസ് ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്ത് ആണ്. അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള സിസ്റ്റം വരുമ്പം BSFനെ പുറകോട്ട് വലിച്ച് ഡിഫൻസ് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും. നോർമൽ കണ്ടീഷനിൽ BSF ആയിരിക്കും ഫോർവേഡിലുള്ളത്. അതുപോലെ തന്നെ ചൈന ബോർഡറിലും ഇതുപോലെ തന്നെ ITBP ഉണ്ട്, SSB ഉണ്ട്, ലഡാക്ക് സ്കൗട്ട് ഉണ്ട്.
ഓക്കെ ബ്രിഗേഡിയർ, എന്തായാലും 24-ന്റെ സ്വന്തം ബ്രിഗേഡിയറായി കഴിഞ്ഞു ബ്രിഗേഡിയർ മോഹനപിള്ള. വൈകുന്നേരം എൻകൗണ്ടറിലും താങ്കൾ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക കൂടി ചെയ്യുന്നു. താങ്ക് യു ബ്രിഗേഡിയർ. ഒരുപാട് പ്രേക്ഷകർക്ക് താങ്കളുടെ ഇത്തരം മിലിറ്ററി എക്സ്പെർട്ട്നെസ് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള അങ്ങയുടെ കഴിവ് അവർ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. എന്തായാലും അസുഖകരമായതൊന്നും അതിർത്തിയിൽ സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു ബ്രിഗേഡിയർ. ബ്രിഗേഡിയർ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ പെട്രോളിങ്ങിന് പോകുമ്പോൾ പാലിച്ചു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രവും യുദ്ധനീതിയും യുദ്ധനിയമവും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ബാരക്കിൽ നിന്ന് എടുക്കുന്ന തോക്കുകളിൽ വെടിയുണ്ടകൾ മാറ്റി ശത്രുവിനെ വിശ്വസിച്ചു പോകുന്ന തരം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്നു മരിച്ചുപോയ കേണൽ സന്തോഷ് ബാബുവും 20 നമ്മളുടെ ധീരയോദ്ധാക്കളും. ചൈനയെ ആക്രമിക്കാൻ പോയതല്ല നമ്മൾ. മാതൃരാജ്യത്ത് നിന്നും നിങ്ങൾ പിൻവാങ്ങണമെന്ന നേരത്തെ കരാറ് പാലിക്കണമെന്ന് പറയാൻ പോയതാണ്. അവരെയാണ് ചൈനയുടെ ചതിക്കുഴിയിൽപ്പെടുത്തി ചൈനീസ് ആർമി കൊലപ്പെടുത്തിയത്, അതീവ നിഷ്ഠൂരമായി. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പ്രകോപനമരുത്, തിരിച്ചടിക്കാൻ പര്യാപ്തമായ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. സല്യൂട്ട് ടു ബ്രേവ് ജവാൻസ്.